നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രയേൽ വധിച്ചു എന്ന വാർത്ത ഇനിയുള്ള ഏത് നിമിഷവും പുറത്തുവരാം. ഖമേനിയുടെ ഒളിത്താവളം ഇസ്രയേലിന്റെ 4 ഉപഗ്രഹങ്ങളിൽ കണ്ടെത്തിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഭൂഗർഭ ബങ്കറിനുള്ളിൽ കഴിയുന്ന ഖമേനിയെ അതിശക്തമായ ആക്രമണത്തിൽ കൊലപ്പെടുത്താനുള്ള ആലോചനകളാണ് ഇസ്രയേൽ പ്രതിരോധ സേന. ഇതിനുള്ള സഹായം അമേരിക്ക ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തയിൽ ഖമേനി മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതായിരിക്കും. ജീവിച്ചിരിക്കാൻ ഖമേനിയെ അനുവദിക്കില്ലെന്നാണ് അന്ത്യശാസനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമുണ്ട്. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയെന്നും ഇറാന് ആണവ പദ്ധതി ഉപേക്ഷിക്കാനുള്ള അവസരമെന്ന നിലയ്ക്കാണ് അന്തിമ തീരുമാനം വൈകിയതെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖമേനി കൊല്ലപ്പെട്ടാൽ ഇറാന്റെ ഭാവി എന്ത് എന്ന ചർച്ചകൾ പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആയത്തുള്ള ഖമേനിയെ ഇനിയും ജീവിച്ചിരിക്കുവാൻ അനുവദിക്കാനാകില്ലെന്നും ആധുനിക കാലത്തെ ഹിറ്റ്ലറാണ് ഖമേനിയെന്നും ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ ഒരാളെ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ അനുവദിക്കില്ലെന്നും കാറ്റ്സ് പറഞ്ഞു. ഇസ്രയേലിന്റെ നാശം ആഗ്രഹിക്കുന്ന ഖമേനിക്ക് അധികം നാൾ നിലനിൽക്കാനാകില്ലെന്നും ഖമേനിയെ കണ്ടെത്താനും ഇല്ലാതാക്കാനും ഇസ്രയേൽ പ്രതിരോധ സേന പര്യാപ്തമാണെന്നും സൈന്യത്തിന് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്നും കാറ്റ്സ് വ്യക്തമാക്കുന്നു. ഇസ്രയേലിന്റെ ആശുപത്രി ആക്രമിച്ച ഇറാൻ നടപടിക്ക് മാപ്പില്ലെന്ന് പറഞ്ഞ കാറ്റ്സ് ഇറാൻ നടത്തിയിരിക്കുന്നത് യുദ്ധക്കുറ്റമാണെന്നും ആഞ്ഞടിച്ചു. ഖമേനിക്ക് സദ്ദാം ഹുസൈന്റെ വിധിയാകുമെന്നായിരുന്നു കാറ്റ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഖമേനിയെ കണ്ടെത്തി കൊലപ്പെടുത്താൻ ഇസ്രയേൽ പ്രതിരോധ സേന കിണഞ്ഞ് ശ്രമിക്കുകയാണെന്നും നിലവിൽ ഇസ്രയേലിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഖമേനിയാണെന്നും കാറ്റ്സ് ആരോപിച്ചു. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തെൽ അവീവ്, രാമാത് ഖാൻ, ഹൂളൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. തെക്കൻ ഇസ്രയേൽ നഗരത്തിലെ സൊറോക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വൻ നാശനഷ്ടമുണ്ടാവുകയും 30-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാളാകുമെന്ന ആശങ്ക നിലനിൽക്കെ പരസ്പരം ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഇറാനും. ഇതുതന്നെയാണ് യുദ്ധം ശക്തമാക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർഷെബയിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ തകർന്നത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. തെക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണിത്. ഇസ്രയേലിന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ സമീപത്താണെന്ന് ഇറാൻ പറയുന്നു. ഇറാനിലെ ഖൂം നഗരത്തിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കുവാൻ ഇസ്രയേലിനെ സഹായിക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഫോർദോ തകർക്കുവാൻ ഇസ്രയേലിന് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ലക്ഷ്യത്തിലിടാൻ സ്റ്റെൽത്ത് വിമാനങ്ങളും അമേരിക്ക നൽകും. ഖമേനിയെ കൊലപ്പെടുത്താനും ഇതേ സംവിധാനം പ്രയോഗിക്കാനാണ് ഇപ്പോഴത്തെ ആലോചനകൾ. ഖമേനി എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുവാനുള്ള സാഹചര്യമാണിത്. ഇന്നു രാവിലെയും ഇസ്രയേലിലേക്ക് ഇറാൻ നിരവധി മിസൈലുകൾ വർഷിച്ച സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇസ്രയേൽ അറ്റകൈ പ്രയോഗത്തിന് അമേരിക്കയ്ക്കൊപ്പം കളത്തിൽ ഇറങ്ങുകയാണ്. ഖമേനി നിരുപാധികം കീഴടങ്ങണമെന്നും അതല്ലെങ്കിൽ ആക്രമണം വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ കീഴടങ്ങുവാനുള്ള ട്രംപിന്റെ ആവശ്യം ഇറാൻ തള്ളിയിരിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സൈനിക ഇടപെടൽ നടത്തിയാൽ അമേരിക്കയിലെ ക്രിമിനൽ ഭരണകൂടവും അതിന്റെ വിധിയായ പ്രസിഡന്റും വിവരമറിയുമെന്ന് ഇറാന്റെ ഗാർഡിയൻ കൗൺസിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. സൈനിക നടപടിക്ക് ഇറങ്ങിയാൽ വൻ നാശനഷ്ടം നേരിടേണ്ടി വരുമെന്ന് ഖമേനിയെ കണ്ടെത്തി കൊലപ്പെടുത്തുവാൻ ഇസ്രയേൽ പ്രതിരോധ സേന കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്നും നിലവിൽ ഇസ്രയേലിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഖമേനിയാണെന്നും കാറ്റ്സ് ആരോപിച്ചു. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് ട്രംപിനെ ചൊടിപ്പിച്ചു. ട്രംപ് കീഴടങ്ങുവാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തത്. ഇറാനിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കവിഞ്ഞു. ഇസ്രയേലിൽ 24 പേർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ. ഖമേനി എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖമേനിയെ ഇല്ലാതാക്കാനാണ് തങ്ങൾ ഒരുങ്ങുന്നതെന്ന് ഇസ്രയേൽ ഭരണകൂടവും പ്രസ്താവനകൾ ആവർത്തിച്ച് ഇറക്കിക്കഴിഞ്ഞു. ഇതിനിടെ ഇറാന് ആയുധ സഹായവുമായി ചൈന നീക്കം നടത്തിയതായുള്ള റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അമേരിക്ക ചൈനയ്ക്ക് നേരെ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയും പുറത്തുവരികയാണ്. പശ്ചിമേഷ്യയിൽ ആണവായുധ പ്രയോഗം ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഖമേനിയെ വധിച്ചേക്കാവുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിനാൽ ഇറാന്റെ പുതിയ ഭരണാധികാരിയാകും എന്നതിലും ചർച്ചകൾ പുറത്തുവരുന്നുണ്ട്. ആയത്തുള്ള ഖമേനിയുടെ 2ാമത്തെ പുത്രൻ മുജ്തബ ഖമേനി അടുത്ത പിൻഗാമിയാകുമെന്നാണ് സൂചനകൾ.